നമസ്കാരം. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കയർ ബോർഡിന്റെ ആസ്ഥാനത്ത് തൊഴിൽ പീഡനമെന്ന പരാതി നൽകിയ ഉദ്യോഗസ്ഥ സെറിബ്രൽ ഹെമറേജ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ നീതി തേടി കുടുംബം ഹൈക്കോടതിയിലേക്ക്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കയർ ബോർഡിന്റെ കൊച്ചി ഓഫീസിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിന്റെ ചുമതലയുള്ള സെക്ഷൻ ഓഫീസർ വെണ്ണല ചളിക്കവട്ടം സ്വദേശി ജോളി മധുവാണ് മരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ജനുവരി 31-ന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. മുൻ സെക്രട്ടറി അടക്കമുള്ളവരുടെ നിരന്തരമായ മാനസിക പീഡനത്തിന് ഇരയായിരുന്നു ക്യാൻസർ രോഗി കൂടിയായ ജോളി മധുവെന്ന് കുടുംബം ആരോപിച്ചു. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന് നേരിടേണ്ടി വന്ന മാനസിക പീഡനം വ്യക്തമാക്കി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. കയർ ബോർഡ് ചെയർമാൻ അടക്കമുള്ളവരുടെ തൊഴിൽ പീഡനത്തെയും മാനസിക സമ്മർദ്ദത്തെയും തുടർന്നാണ് ജോളി രോഗബാധിതയായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിധവയും ക്യാൻസർ അതിജീവിതയും എന്ന പരിഗണന പോലും നൽകാതെ ജോളിയെ 6 മാസം മുൻപ് ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നുവെന്ന് കുടുംബം വെളിപ്പെടുത്തി. രോഗാവസ്ഥ വ്യക്തമാക്കുന്ന രേഖകൾ പോലും പരിഗണിച്ചില്ല. ശമ്പളം തടഞ്ഞുവെച്ചു. സമ്മർദ്ദം താങ്ങാനാവാതെ ഇക്കഴിഞ്ഞ ജനുവരി 30-ന് ജോളിക്ക് സെറിബ്രൽ ഹെമറേജ് ബാധിക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു. ഓഫീസിലെ തൊഴിൽ പീഡനത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും രാഷ്ട്രപതിക്കും ജോളി കത്തുകൾ അയച്ചിരുന്നു. ഈ കത്തുകൾ അയച്ചതിന്റെ പേരിൽ ഓഫീസിൽ നിന്ന് ജോളിക്ക് നേരെ പ്രതികാര നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്ന് മേലുദ്യോഗസ്ഥന്മാർ ജോളിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയായിരുന്നു. ഒരു ഫയലിൽ ഒപ്പിടാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു. ജോളി അത് ചെയ്തില്ല. അതിന് ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ചെയർമാന്റെ മുൻപിൽ പോയി പരസ്യമായി മാപ്പ് പറയാനും ജോളിയോട് ആവശ്യപ്പെട്ടു. അത് സമ്മതിക്കാതെ വന്നതോടെയാണ് ജോളിയെ ആന്ധ്രാപ്രദേശിലെ ഒരു കുഗ്രാമത്തിലേക്ക് സ്ഥലം മാറ്റിയത്. ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം എന്നായിരുന്നു സഹോദരന്റെ പ്രതികരണം. കയർ ബോർഡ് ചെയർമാൻ, മുൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കുടുംബം പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ബോർഡിൽ നടന്ന അഴിമതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ജോളിയോട് മേലുദ്യോഗസ്ഥർ പ്രതികാര ബുദ്ധിയോട് പെരുമാറിയിരുന്നതായും ക്യാൻസർ രോഗി എന്ന പരിഗണന പോലും നൽകാതെ അകാരണമായി സ്ഥലം മാറ്റുകയും പ്രമോഷനും ശമ്പളവും തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കയർ ബോർഡ് സെക്രട്ടറിക്കും MSME മന്ത്രാലയത്തിനുമാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. കയർ ബോർഡിൽ 30 വർഷത്തെ സേവനമുള്ള ജോളിക്ക് വിരമിക്കാൻ 3 വർഷം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. മുൻ സെക്രട്ടറിയെ ആ പദവിയിൽ നിന്ന് മാറ്റിയതിന് പിന്നിൽ ജോളിയാണെന്ന് ആരോപിച്ചായിരുന്നു മാനസിക പീഡനമെന്നാണ് സഹപ്രവർത്തകർ നൽകുന്ന വിവരം. ജോളിക്കെതിരെ പ്രതികാര ബുദ്ധിയോടെയാണ് മേലുദ്യോഗസ്ഥർ പ്രവർത്തിച്ചതെന്നും അർഹിച്ച ഡെപ്യൂട്ടി ഡയറക്ടർ പദവി നിഷേധിച്ചെന്നും കുടുംബം പറയുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആന്ധ്രാപ്രദേശിലെ രാജമന്ത്രിയിലേക്ക് ജോളിയെ സ്ഥലം മാറ്റിയത്. ക്യാൻസർ രോഗി ആയതിനാലും വളരെ കുറഞ്ഞ വർഷങ്ങൾ മാത്രമേ സർവീസിൽ ബാക്കിയുള്ളൂ എന്നതിനാലും സ്ഥലമാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതുണ്ടായില്ല. മോശമായ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാട്ടി മെഡിക്കൽ ലീവിന് അപേക്ഷിച്ചെങ്കിലും അതും നിഷേധിക്കപ്പെട്ടു. 5 മാസത്തെ ശമ്പളവും വിവിധ കാരണങ്ങളുടെ പേരിൽ തടഞ്ഞുവെക്കപ്പെട്ടു. ഒടുവിൽ തൻ്റെ പേരിൽ വിജിലൻസ് കേസും എടുക്കാൻ ഒരുങ്ങുന്നു എന്നതറിഞ്ഞതോടെയാണ് ജോളി തളർന്നത്. മുൻ സെക്രട്ടറിയോട് മാപ്പ് പറയണമെന്ന് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹത്തെ പേടിയാണെന്നും മാപ്പ് പറയാൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് നിലവിലെ സെക്രട്ടറിക്ക് കത്തെഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോളിക്ക് അപകടം സംഭവിക്കുന്നത്. മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചതായി ബന്ധുക്കൾ പറയുന്നു. ജോളി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായതിനു ശേഷം അവസ്ഥ ചൂണ്ടിക്കാട്ടി അവധി അപേക്ഷിക്കണമെന്ന് ഈ മാസം 5-ന് കുടുംബം മേലധികാരികളോട് അപേക്ഷിച്ചിരുന്നു. സ്ഥലമാറ്റം റദ്ദാക്കിയതും തടഞ്ഞുവെച്ച ശമ്പളം നൽകിയത് പോലും ഇതിനു ശേഷമാണെന്നാണ് ആരോപണം. തൊഴിൽ സ്ഥലത്തെ പീഡനത്തെപ്പറ്റി പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം പരാതി നൽകിയതിൻ്റെ പേരിലും മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്നും കുടുംബം പറയുന്നു. ജോളിയുടെ ഭർത്താവ് 2020 ജനുവരിയിൽ കോവിഡിനെ തുടർന്ന് മരിച്ചിരുന്നു. 2 ആൺമക്കളും പഠനശേഷമുള്ള ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലാണ്.